വളരെ കാലം മുമ്പ് ഒരു വലിയ കാട്ടിൽ ഒരു ചെറിയ പക്ഷി താമസിച്ചിരുന്നു. ആ പക്ഷി മറ്റുള്ളവരിൽ നിന്ന് ചില പ്രത്യേകതകൾ ഉള്ളവളായിരുന്നു. ആ പക്ഷിയുടെ ശബ്ദം വളരെ മധുരമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ കാടുണരുന്നത് അവളുടെ ശ്രുതി മധുരമായ പാട്ട് കേട്ടുകൊണ്ടായിരുന്നു. അത്രയ്ക്കും സുന്ദരമായിരുന്നു അവളുടെ ഓരോ പാട്ടുകളും. അതുകൊണ്ട് തന്നെ എല്ലാവരും അവളെ വളരെയേറെ സ്നേഹിച്ചിരുന്നു. അവളുടെ ശ്രുതി മധുരമായ ഗാനത്തിൽ മരങ്ങളും മൃഗങ്ങളും ഒരുപോലെ നിശബ്ദമായിരുന്നു. എല്ലാ ദിവസവും അവൾ തന്റെ ഭക്ഷണത്തിനായുള്ള ഇരയെ തേടി ദൂരേക്ക് പറന്നു പോകുമായിരുന്നു. അത് അവളുടെ ഏറ്റവും നല്ല കഠിനാധ്വാനവുമായിരുന്നു. അവൾ അത് ചെയ്യുമ്പോൾ അതിൽ സന്തോഷവതിയായിരുന്നു. പക്ഷേ ഒരു ദിവസം ആ കാട്ടിൽ ഒരു കർഷകനെ പക്ഷി കണ്ടുമുട്ടുന്നു. അദ്ദേഹം ഒരു മരപ്പെട്ടി വഹിച്ചുകൊണ്ട് കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലെ പെട്ടി കണ്ട് പക്ഷി അതെന്താണെന്ന് അന്വേഷിക്കുന്നു. അവൾ കൗതുകത്തോട് ചോദിച്ചു, പെട്ടിയിൽ എന്താണുള്ളത്? ഇത് കേട്ട കർഷകൻ മറുപടി പറഞ്ഞു, ഈ പെട്ടി നിറയെ പ്രാണികളാണ്. ഞാൻ അവയെ വിൽക്കാനായും അതുപോലെ പക്ഷികളുടെ തൂവലുകൾ വാങ്ങാനായും മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഇത് കേട്ട പക്ഷി ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ പറഞ്ഞു, എനിക്ക് ധാരാളം തൂവലുകളുണ്ട്. പ്രാണികളെ കണ്ടെത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ എല്ലാ ദിവസവും ഇത്രയും ദൂരം പറക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്താലോ? ഞാൻ നിനക്ക് എൻ്റെ വർണ്ണമനോഹരമായ തൂവലുകൾ തരാം. നീ അതിനു പകരമായി എനിക്ക് ഭക്ഷിക്കാനായുള്ള പ്രാണികളെ തരൂ. നമ്മൾ രണ്ടുപേരുടെ അധ്വാന ഭാരവും കുറയും. അപ്പോൾ നീ മാർക്കറ്റിൽ പോകേണ്ടതുമില്ല. ഞാനിനി പ്രാണികളെ തിരയേണ്ടതും ഇല്ല. കർഷകൻ സമ്മതിച്ചു. അന്ന് പക്ഷി തൻ്റെ ശരീരത്തിൽ നിന്നും ഒരു തൂവൽ നൽകി. അതിനു പകരമായി കുറച്ച് പ്രാണികളെയും വാങ്ങി. രണ്ടുപേർക്കും വളരെയേറെ സന്തോഷമായി. അന്നു മുതൽ ഈ കരാർ തുടർന്നു. എല്ലാ ദിവസവും പക്ഷി തൻ്റെ ഓരോ തൂവല് വീതം നൽകാൻ തുടങ്ങി. അതിനു പകരമായി എളുപ്പത്തിൽ ഭക്ഷണം നേടി. പക്ഷിക്ക് പറക്കേണ്ടതുമില്ല. ആഹാരത്തിനായി ഒന്നിനോടും പൊരുതേണ്ടതുമില്ല. പക്ഷേ വളരെ വൈകാതെ തന്നെ കാര്യങ്ങൾ മാറാൻ തുടങ്ങി. അവളുടെ തൂവലുകൾ കുറഞ്ഞു. തനിക്ക് പറക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അവൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. താമസിക്കാതെ തന്നെ അവളുടെ ശരീരം ദുർബലമായി. അവളുടെ പാട്ടും മാറി. മധുരമുള്ള ശബ്ദം മങ്ങുകയും പരുക്കനാകുകയും ചെയ്തു. അവൾ ചിന്തിച്ചു, ഒരു പക്ഷേ ഞാൻ ക്ഷീണിതനായിരിക്കാം. പിന്നെ ആ സ്ഥിതി മെച്ചപ്പെടും. പക്ഷെ അത് സംഭവിച്ചില്ല. അവളുടെ സ്ഥിതി കൂടുതൽ വഷളാകാനായി തുടങ്ങി. ഒരു ദിവസം അവൾക്ക് തൂവലുകൾ ഒന്നും തന്നെ അവശേഷിച്ചില്ല. അവൾക്ക് പറക്കാൻ സാധിച്ചില്ല. അവൾ ആഗ്രഹിച്ചാൽ പോലും പ്രാണികളെ തിരയാനോ ഒന്നനങ്ങാനായോ പോലും സാധിച്ചില്ല. കർഷകനും അവൾക്ക് ഭക്ഷണം നൽകുന്നത് നിർത്തി. അപ്പോൾ അവൾക്ക് ഒരു നേരത്തെ ആഹാരം നൽകാനായി ആരും തന്നെ ഇല്ലാതായി. പക്ഷിയുടെ നില ഓരോ ദിവസം കഴിയും തോറും ദുർബലമായി കൊണ്ടേയിരുന്നു. കാട്ടിൽ ആരും തന്നെ അവളെ ശ്രദ്ധിച്ചതേയില്ല. പിന്നെ അധികം താമസിക്കാതെ തന്നെ നിശബ്ദമായി ആ പക്ഷി ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു. ഈ കഥയിലെ പക്ഷി നമ്മളിൽ പലരെയും പോലെയാണ്. നമുക്കെല്ലാവർക്കും എന്തെല്ലാം തരത്തിലുള്ള കഴിവുകളുണ്ട്. നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നു. നമ്മൾ മൂല്യങ്ങൾ സൃഷ്ടിക്കുന്നു. നമ്മൾ ആളുകളെ പുഞ്ചിരിപ്പിക്കുന്നു. പലവിധമായ പരിശ്രമത്തിലൂടെ നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി കെട്ടിപ്പടുക്കുന്നു. എന്നാൽ നമ്മൾ നേടിയ എല്ലാ കഴിവുകളെ നശിപ്പിക്കാനായി ആരെങ്കിലും നമുക്ക് എളുപ്പ വഴികൾ കാണിച്ചു തരുന്നു. നാം അതിൽ ഒളിച്ചിരിക്കുന്ന ചതി എന്താണെന്ന് പോലും ചിന്തിക്കാൻ കൂട്ടാക്കുന്നില്ല. നമുക്ക് കഷ്ടപ്പെടേണ്ടതില്ല എന്ന് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ ആ കുറുക്കു വഴികൾ സ്വീകരിക്കുന്നു. അതിലെ സന്തോഷം കണ്ടെത്തുമ്പോൾ എന്തിനാണ് ഇത്രമേൽ നാം കഠിനാധ്വാനം ചെയ്യുന്നത് എന്ന് ചിന്തിച്ച് സ്വയമേ നാം വിഡ്ഢികളാകുന്നു. പതുക്കെ നമ്മൾ നമ്മുടെ കഠിനാധ്വാനം ഉപേക്ഷിക്കാൻ തുടങ്ങുന്നു. പക്ഷി തൻ്റെ എളുപ്പത്തിന് വേണ്ടി തൂവലുകൾ നൽകിയതുപോലെ ചെറിയ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ പരിശ്രമവും ഊർജവും പലവിധ കഴിവുകൾ നഷ്ടപ്പെടുത്തുന്നു. ആദ്യം അത് എളുപ്പമാണെന്ന് തോന്നുന്നു. പക്ഷേ പടിപടിയായി നമ്മൾ സൃഷ്ടിച്ചത് നാം പോലും അറിയാതെ നമുക്ക് നഷ്ടമാകുന്നു. പിന്നീട് നാം മനസ്സിലാക്കുന്നു, ഈ പക്ഷിയെപ്പോലെ നമുക്കിനി പറക്കാൻ കഴിയില്ലെന്ന്. ഒരിക്കൽ നമുക്കുണ്ടായിരുന്ന ശക്തി നമുക്കില്ല എന്നും ഒരിക്കൽ നമ്മളെ പ്രശംസിച്ചവർ നമ്മളെ ശ്രദ്ധിക്കുന്നു പോലുമില്ല എന്നുമുള്ള ദുഃഖകരമായ സത്യം നാം തിരിച്ചറിയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പലതും നഷ്ടമായി കഴിഞ്ഞേക്കാം. ഇതിൽ നിന്നും യഥാർത്ഥ വിജയത്തിലേക്ക് കുറുക്കു വഴിയല്ല വേണ്ടത്. പരിശ്രമം ഒഴിവാക്കാനായി നിങ്ങൾ വളഞ്ഞ വഴികൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ശക്തി എന്നേക്കുമായി നഷ്ടപ്പെടും. അതിനാൽ താൽക്കാലികമായ ചെറിയ സുഖ സൗകര്യങ്ങൾക്കായി നിങ്ങളുടെ ചിറകുകൾ ഉപേക്ഷിക്കരുത്. മറ്റൊരാളുടെ സൗകര്യത്തിനായി നിങ്ങളുടെ ശക്തിയെ കൈമാറ്റം ചെയ്യുകയും ചെയ്യരുത്. കാരണം അത് മറ്റാരുടേതുമല്ല. നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ കഠിനാധ്വാനം, നിങ്ങളുടെ ആത്മാവ് എന്നിവയാണവ. ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടായിരിക്കാം. അത് തൻ്റെ അല്പനേരത്തെ സുഖ സൗകര്യങ്ങൾക്കായി അടിയറവ് പറയാതെ
അവരെ മുന്നോട്ട് നയിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. മന്ദഗതിയിലാണെങ്കിൽ പോലും അവിടെ ഒരു കയറ്റം ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾ സ്വയം മുകളിലെത്തുമ്പോൾ ആ അവകാശങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടേതായിരിക്കും.